ഏക പ്രതിയാക്കി ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസിന്റെ കുറ്റപത്രം. നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ദിവ്യ നടത്തിയ പ്രസംഗം എന്നാണ് കണ്ടെത്തൽ. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിന് 5 മാസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന കുടുംബത്തിന്റെ ആരോപണം പോലീസ് തള്ളുന്നു. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടക്കം ആധാരമാക്കിയാണ് ആത്മഹത്യയെന്ന് സമർത്ഥിക്കുന്നത്. ക്ഷണിക്കാതെയാണ് PP ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രാദേശിക ചാനൽ ലേഖകനെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ADMനെ അപമാനിക്കാൻ ദിവ്യ മനഃപൂർവ്വം ശ്രമം നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്നാണ് കണ്ടെത്തൽ. യാത്രയപ്പ് ചടങ്ങിന് ശേഷം രാത്രി നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പുലർച്ചെ 1:30 വരെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു. പിന്നീട് തിരികെ ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി. പുലർച്ചെ 4:50 മരണം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് മറ്റൊരു ഏജൻസി, സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പെറ്റീഷനുമായിട്ട് പോയത്. അതിന് തുടർ നടപടിയിൽ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നത്. ചില സാഹചര്യ തെളിവുകളുണ്ടെങ്കിലും കൈക്കൂലി വാങ്ങിയെന്ന് സ്ഥിരീകരിക്കത്തക്ക തെളിവുകൾ ലഭ്യമായില്ല. 400-ലധികം പേജുള്ള കുറ്റപത്രത്തിൽ 97 സാക്ഷിമൊഴികളും രേഖപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.